ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ പറമ്പിലൊക്കെ സെറ്റ് ചെയ്യുന്ന സ്പ്രിംഗ്ലറില്ലേ, അത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പേരെന്താ, പ്ലാസ്റ്റിക് ഇമ്പാക്റ്റ് സ്പ്രിംഗ്ലർ 3/4 ഇഞ്ചിൻ്റെ മെയിൽ ത്രെഡാണ് ഈ സ്പ്രിംഗ്ലറിന് വരുന്നത്. ഇതിനേതാണ്ട് എനിക്ക് 100 രൂപ വില വന്നു. അപ്പോൾ ഇത് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിപ്പോൾ സെറ്റ് ചെയ്യണ്ടേ, നമുക്ക് പൊട്ടിച്ച് നോക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഈ സാധനം വരുന്നത്. പിന്നെ ഈ കവറിൽ ബാക്കിയുള്ളത് ഈ സാധനമാണ്. ഈ സാധനം ആർക്കെങ്കിലും എന്താ മനസ്സിലായോ? ഞാൻ മുമ്പ് പൊട്ടിച്ചപ്പോൾ ഇതുണ്ടായിരുന്നു, ഇതൊക്കെ എന്താ മനസ്സിലായില്ല. ഇതിപ്പോൾ ഒരു ആലോചിച്ചിട്ട് ഒരു ഒത്തം പിടിയും കിട്ടണില്ല. ഇതിപ്പോൾ ആകുമ്പോഴുള്ള ആ പച്ച സാധനം മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ അപ്പുറത്തെ ഭാഗത്തേക്കും വേണ്ട പൊട്ടണ ആ സാധനം. ഞാൻ 2 പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതേപോലത്തെ സാധനമാണ്. ഇത് സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്യണ സാധനം പറഞ്ഞാൽ അവർ തരും, കടയിൽ ചോദിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് MTI എന്നാണ് ഈ സാധനം. MTI ഇതൊക്കെ 1 ഇഞ്ചിൻ്റെ ആണ്. പിന്നെ ഒരു എൽബോ വേണം. എൽബോ ഇത് 1 ഇഞ്ചിൻ്റെ തന്നെയാണ്. പിന്നെ കഴിഞ്ഞിട്ട് റെഡ്യൂസർ വേണം. റെഡ്യൂസർ 1 ഇഞ്ച് വന്ന് 3/4 ഇഞ്ച് നമുക്ക് റെഡ്യൂസ് ചെയ്യണത്. അപ്പോൾ പിന്നെ ഒരു 2 ചാണ് നീളമുള്ള ഒരു പൈപ്പിൻ്റെ കഷ്ണം കൂടി വേണം. പിന്നെ ഒരു ചെറിയ ഏതാണ്ട് ഒരു വിരലിൻ്റെ അത്ര വലുപ്പമുള്ള കഷ്ണം, അത് 2 എണ്ണം വേണം കേട്ടോ ആ കഷ്ണം. പിന്നെ നമ്മൾ സ്പ്രിംഗ്ലറിൻ്റെ ഈ മെയിൽ ത്രെഡുമേ ഈ വെള്ള ഒരു ടാപ്പ് പോലത്തെ അല്ലേ വെള്ള, അത് ചുറ്റി കൊടുക്കുക. അത് ലീക്കൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ചുറ്റി കൊടുക്കുന്നത്. ഇത് ചുറ്റി കൊടുത്തില്ലെങ്കിലും ലീക്കൊന്നും ഉണ്ടാവുന്നില്ല, എന്നാലും ഒരു ധൈര്യത്തിന് ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഇത് ചുറ്റി കൊടുക്കുന്നത്. പിന്നെ അത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലീക്ക് ഉണ്ടെങ്കിൽ ആദ്യം മുതൽ ഊരിയെടുക്കേണ്ടി വരും. അപ്പോൾ അത് 2ാമത്തെ റിസ്ക്കാണ്. അപ്പോൾ അത് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ, ഫുള്ളും ചുറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ സാധനമില്ലേ, അതിൻ്റെ മുകളിൽ ഇത് തിരിപ്പിച്ചിട്ട് കൊടുക്കുക. തിരിപ്പിച്ച് നന്നായി ടൈറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്ത് പിടിച്ചാൽ ടൈറ്റ് ആവില്ല, അതിൻ്റെ കടഭാഗം തന്നെ പിടിക്കണം, അപ്പോഴാണ് ടൈറ്റ് ആവുള്ളൂ. അപ്പോൾ അത് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മറ്റേ ആ സാധനം അതിൻ്റെ കൂടെയുള്ള ആ സാധനം ഇതിലേക്ക് കുത്തുക. ഇതൊരു പ്രസ്സിങ് ആണ് വരുന്നത്. പിന്നെ ഇനി നമുക്ക് അടുത്തത് MTI ഇല്ലേ, MTI അതിൻ്റെ മുകളിലും ഈ സംഭവം ചുറ്റി കൊടുക്കണം. കാരണം അത് മെയിൽ ത്രെഡ് തന്നെയാണ്. ചുറ്റി കൊടുത്തില്ലെങ്കിൽ അവിടെ ലീക്ക് ഉണ്ടായാൽ പിന്നെ 2ാമത്തെ ഫുള്ളായി അയച്ചെടുത്തിട്ട് 2ാമത്തെ ചുറ്റുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എല്ലാം ക്ലിയർ ആക്കി കിടന്നാൽ പേടിക്കണ്ട. നമ്മൾ ആദ്യം മുതൽ തന്നെ നമ്മളുടെ ഭാഗങ്ങൾ ഫുള്ള് ക്ലിയർ ആക്കിയാൽ പിന്നെ ബാക്കി പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിയിട്ട് ഫുള്ള് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്ഥലത്താണിത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫുള്ള് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ടൈറ്റ് ആയിക്കോട്ടെ, ഓവറായി ടൈറ്റ് ആക്കിയിട്ട് പൊട്ടിക്കൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ആ കടഭാഗത്ത് നമ്മളെടുത്ത 2 ചാണിൻ്റെ അതില്ലേ, അത് പൈപ്പ് വെക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാർ ബോണ്ട് ആണ് എടുത്തേക്കണത്. സ്റ്റാർ ബോണ്ടായിട്ട് ഉള്ളിൽ നന്നായി തേച്ച് കൊടുക്കുക. സ്റ്റാർ ബോണ്ടായിട്ട് ഒട്ടിച്ചാൽ പിന്നെ അത് അയക്കാൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക, നല്ല ഉറപ്പുണ്ടായിക്കോട്ടെ. എന്നിട്ട് അതിൻ്റെ മറ്റേ അറ്റല്ലേ അവിടെ ഒരു എൽബോ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാർ ബോണ്ട് തേച്ചിട്ടുണ്ട്. ഇനി അവിടെ എൽബോ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ടൈറ്റ് ആവണവരൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ അതും ടൈറ്റായി. അപ്പം ഇനി വേണ്ടത് ആ ഒരു കുഞ്ഞ കഷ്ണമില്ലേ, ഏകദേശം ഒരു വിരലിൻ്റെ അത്ര ഉള്ളത്, അതിൻ്റെ 2 ഭാഗത്തും ഒന്ന് സ്റ്റാർ ബോണ്ട് തേച്ച് കൊടുക്കണം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു വേയാണ് കേട്ടോ ഈ സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്യാനുള്ളത്. ഇത് നല്ല ഈസിയാണ്. ഇത് നമ്മളെ പച്ച പൈപ്പില്ലേ ആയിട്ടാണ് ചെയ്യുന്നത്, അത് മതി. മറ്റേ PVC പൈപ്പൊന്നും വേണ്ട. പിന്നെ ഈ പീസ് ഇതിൻ്റെ തുമ്പത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പുറത്തും നമ്മൾ പശ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളുടെ റെഡ്യൂസറില്ലേ
1 ഇഞ്ചിൽ നിന്ന് 3/4 ഇഞ്ചിക്ക് ആക്കണത്. അതും വെച്ചാൽ ടൈറ്റ് ചെയ്താൽ 2 ഭാഗവും സെറ്റായിട്ട് ഇരുന്നോളും. 2 ഭാഗം ഇപ്പോൾ ഇരുന്നുണ്ട്. ഇനി ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി, നമുക്കൊരു 3/4 ഇഞ്ചിൻ്റെ ഒരു കുഞ്ഞേ കഷ്ണം കൂടി വേണം. ഏതാണ്ട് ഒരടിയൊക്കെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുകളിൽ സ്റ്റാർ ബൺ തേച്ച് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഉറപ്പിൽ ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. ഇനി സ്റ്റാർ ബോണ്ട് മോഡിയുണ്ട്. സ്റ്റാർ ബോണ്ട് തുറന്ന സ്റ്റാർ ബോണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് ഇത്. ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞേക്കണ്, ഫുള്ള് വ്യൂ ആണ്. അപ്പോൾ നമ്മൾ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 2 എണ്ണം പറഞ്ഞാൽ ഒന്ന് വലുത് ഒന്ന് ചെറുതാണ്. ചിലത് നല്ല ഹൈറ്റ് വേണം, ചിലത് തീരെ ഹൈറ്റ് വേണ്ട. ഇതിപ്പോൾ നമ്മൾ 2 കൂടി ഒരുമിച്ച് കണക്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിൽ T ഷേപ്പും കൊടുത്തിട്ടുണ്ട്, ഒന്നിൽ എൽബോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെള്ളം പോകണത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ വെള്ളം പോകുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെ വെച്ചെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു കമ്പി അടിച്ചിട്ട് അത് ടേബിൾ ടൈല് ആയിട്ട് ടൈ ചെയ്ത് കൊടുത്ത്. അപ്പോൾ അവിടെ ഉറപ്പിൽ നിന്ന് പിന്നെ അതിൻ്റെ ഒരു നമ്മൾ 3/4 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം വെച്ചിട്ടില്ലേ, അതിൽ പച്ച പൈപ്പ് ഇട്ട് കൊടുത്ത്, പച്ച പൈപ്പ് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്ത്. എന്നിട്ട് ഈ ടീയുടെ സ്പ്രിങ്ക്ലറിൽ നിന്ന് ഈ എൽബോയുടെ സ്പ്രിങ്ക്ലറിലേക്ക് ഒരു ഭാഗം എൽബോക്ക് കൊടുത്ത്, പിന്നെ ടീഡയിൽ 2 ഭാഗം ഉണ്ടല്ലോ, അതിലത്തെ മറ്റേ ഭാഗത്തേക്ക് നമ്മളുടെ മോട്ടറിൽ നിന്ന് വരില്ലേ, ആ ഭാഗവും കൊടുത്ത്. ഇപ്പോൾ നമുക്ക് എന്തൊരു പവറിലാണ് വരുന്നത്. ഇത് മൊത്തത്തിൽ 50 അടി വെള്ളം നനയും. അതായത് ഈ ഭാഗത്തേക്ക് 25 അടിയും മറ്റേ ഭാഗത്തേക്ക് 25 അടിയും വെള്ളം നനയും. ചുറ്റുഭാഗം 50 അടി വെള്ളം നനയും. ഇതിപ്പോൾ വിചാരിച്ചതിനാറ്റും ഉഷാറായിട്ട് നമ്മളുടെ പറമ്പൊക്കെ സൂപ്പറായിട്ട് നനയുന്നുണ്ട്. ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒരു നനവിൽ പോകുന്നതാണ്. പക്ഷെ ജസ്റ്റ് നനവെന്നല്ല നല്ല രീതിക്ക് നനയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്പ്രിങ്ക്ലർ സെറ്റ് ചെയ്യണത് ഇത് നല്ല എളുപ്പത്തിലാട്ടോ സെറ്റ് ചെയ്യുക. വേറെയുള്ളവരൊക്കെ ഇത് PVC പൈപ്പ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുക. ഇത് ഒരു സ്പ്രിങ്ക്ലറിൽ നിന്നാണ് 50 അടി നനയുക. അപ്പോൾ 2 സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട്, അപ്പോൾ 100 അടി നനയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.